നമസ്കാരം. വചനസമീക്ഷയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം ഗലാത്യർ 6:9. നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. എന്തെന്നാൽ മടുപ്പ് തോന്നാതിരുന്നാൽ നമുക്ക് യഥാകാലം വിളവെടുക്കാം. ഇവിടെ നന്മ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വ്യക്തിക്ക് നന്മ ചെയ്യുന്നതിൽ ഒരിക്കലും മടുപ്പ് തോന്നരുത്. കാരണം മടുപ്പ് തോന്നാതിരുന്നാൽ നമുക്ക് വീണ്ടും വീണ്ടും നന്മ ചെയ്യുവാൻ സാധിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏവർക്കും വചനസമീക്ഷയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നന്മ ചെയ്യുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മുടെ ചുറ്റിലും നോക്കിയാൽ നന്മ ചെയ്യുന്ന ഒരുപാട് വ്യക്തികൾ കാണും. അതുപോലെ തന്നെയാണ് തിന്മ ചെയ്യുന്നവരുമുണ്ട്. മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നന്മ ചെയ്യുന്നവരെ നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റുള്ളവരെ സഹായിക്കുന്നവരെ കാണുവാൻ സാധിക്കും. പക്ഷേ ഇതൊന്നും ചെയ്യാത്ത ഒരുപാട് പേർ നമ്മുടെ ചുറ്റിലുമുണ്ട്. അപ്പോൾ ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് നന്മ ചെയ്ത ഒരു റബിയെക്കുറിച്ച്, റബി എന്ന് വെച്ചാൽ ഒരു ഗുരുവിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അതിനു മുൻപ് നമുക്കൊരു കോൾ വരുന്നുണ്ട്. ഇന്നത്തെ ഫസ്റ്റ് കോൾ ആരാണെന്ന് നോക്കാം. ഹലോ, വചനസമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, എന്റെ പേര് സുനി. സുനി ചേച്ചി എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ ട്രിവാൻഡ്രം മാറനല്ലൂരിൽ നിന്ന്. മാറനല്ലൂർ അല്ലേ? ഓക്കെ. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് അമ്മയും നമ്മുടെ ഫാമിലി. ഓക്കെ. അപ്പോൾ നമുക്കിന്ന് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതെ. ബൈബിളൊക്കെ വായിച്ചായിരുന്നോ? ആ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അവൻ പണ്ടു തന്നെ ഒരു ദഹനസ്ഥലം ഒരുക്കിയിരുന്നത് ആർക്കു വേണ്ടിയായിരുന്നു? രാജാവിന് വേണ്ടി. രാജാവിന് വേണ്ടി. ആൻസർ കറക്റ്റാണ്, രാജാവിന് വേണ്ടി. ഇനി രണ്ടാമത്തെ ചോദ്യം, തയ്യാറാക്കിയിരിക്കുന്ന ദഹനസ്ഥലത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? വിശാലവും അതിന്റെ ചിതയിൽ ധാരാളം വിറകും തീയും ഉണ്ടായിരുന്നു. യഹോവയുടെ ശ്വാസം ഒരു ഗന്ധക നദി പോലെ അതിനെ കത്തിക്കും. അതെ, ആൻസർ കറക്റ്റാണ്. ആഴവും വിശാലവുമാക്കിയിരുന്നു. അതിൻ്റെ ചിതയിൽ വളരെയധികം തീയും വിറകുമുണ്ട്. യഹോവയുടെ ശ്വാസം ഒരു ഗന്ധക നദി പോലെ അതിനെ കത്തിക്കും. കറക്റ്റാണ് കേട്ടോ ആൻസർ. ഓക്കെ. ഇനി ചേച്ചിക്ക് ബൈബിളിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കഥാപാത്രത്തെക്കുറിച്ച്, ഒരു സ്ത്രീ കഥാപാത്രത്തെക്കുറിച്ച് പറയാമോ? സ്ത്രീ കഥാപാത്രം? അതെ, സ്ത്രീ കഥാപാത്രം. ഒരുപാട് പേരെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഉൽപ്പത്തി മുതൽ തന്നെ ഒരുപാട് പേരെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഒരാളെ കുറിച്ച് പറയാമോ? ഹന്ന. ഓക്കെ. ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് ഹന്ന. ചേച്ചിക്ക് ഹന്നയുടെ ഏത് ക്വാളിറ്റിയാണ് ഇഷ്ടം? പ്രാർത്ഥന. ഓക്കെ. അപ്പോൾ ഹന്ന തൻ്റെ മകന് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലേ? ഓക്കെ. ഹന്ന പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ചതിൻ്റെ മറുപടിയായിട്ട് തന്നെയാണ് മകനെ ലഭിച്ചതല്ലേ? ഓക്കെ. അപ്പോൾ ഹന്നയുടെ ആ ഒരു പ്രാർത്ഥനാ ജീവിതമാണ് ചേച്ചിക്ക് ഇഷ്ടം. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം, ദഹനസ്ഥലത്ത് ഒരുക്കിയിരിക്കുന്ന ചിത കത്തിക്കുന്നത് എങ്ങനെയായിരുന്നു? യഹോവയുടെ ശ്വാസം. അതേ, ആൻസർ കറക്റ്റാണ്, യഹോവയുടെ ശ്വാസത്താൽ. ഇനി നമ്മുടെ ബൈബിളിൽ യേശു ക്രിസ്തു ചെയ്തിട്ടുള്ള ഒരുപാട് അത്ഭുതങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു അത്ഭുത പ്രവൃത്തിയെക്കുറിച്ച് പറയാമോ? കാനായിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. ഓക്കെ. ഈ ഒരു അത്ഭുത പ്രവൃത്തി ഇഷ്ടപ്പെടാനുള്ള കാര്യം എന്താ? എന്താ പറയാ, അവരുടെ ശൂന്യത നിലനിറവാക്കി കൊടുത്തു, അവരുടെ ലജ്ജ ഇല്ലാതാക്കി. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഓക്കെ. അപ്പോൾ ഈ കാരണങ്ങളൊക്കെയാണല്ലേ ചേച്ചിക്ക് ആ ഒരു അത്ഭുത പ്രവൃത്തി ഇഷ്ടപ്പെടാനുള്ള കാരണം? ഓക്കെ. നമുക്കിനി എന്തായാലും അവസാന ക്വസ്റ്റ്യനിലേക്ക് പോകാം. അവസാന ചോദ്യം,
അഗ്നിയായി നിങ്ങളെ ദഹിപ്പിച്ചു കളയുന്നത് എന്താണ്? നിങ്ങൾ നിങ്ങളുടെ ശ്വാസം അല്ലേ? ആ, ഓക്കെ, ആൻസർ കറക്റ്റാണ്, നിങ്ങളുടെ ശ്വാസം. ഇനി ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ബൈബിളിൽ ഒരു വാക്യം കൂടി പറയാമോ? ആ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ശ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവം. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഓക്കെ, നല്ലൊരു വചനമായിരുന്നു. അപ്പോൾ എന്തായാലും 4 ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ടുണ്ടേ. ആ, എന്തായാലും ഇന്ന് വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. ആ, ഓക്കെ. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ തിരുവനന്തപുരം മാർണല്ലൂരിൽ നിന്നും സുനി ചേച്ചിയാണ് വിളിച്ചത്. ചേച്ചി എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബൈബിളിലെ ചില കാര്യങ്ങൾ സംസാരിച്ചു. നല്ലൊരു കോളായിരുന്നു. അപ്പോൾ നമുക്കിനി കഥയിലേക്ക് പോകാം. ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സ്റ്റോറിയാണത്. നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് ഭരണാധികാരികളായിട്ട് മന്ത്രിമാരും ഒരു ഭരണകൂടമുണ്ട്. പക്ഷേ പണ്ടാണെങ്കിൽ രാജാക്കന്മാരാണ് ഒരു നാട്ടുരാജ്യങ്ങളായിട്ട് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ റോമിലും റോമാ സാമ്രാജ്യത്തിലും ഒരു രാജാവും അവിടെ ആ ഒരു രാജഭരണം തന്നെയായിരുന്നു അവിടെയും നിലനിന്നിരുന്നത്. അപ്പോൾ ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് ഈ റോമിലെ ചക്രവർത്തിനിയുടെ കിരീടം കളഞ്ഞുപോയി. എങ്ങനെയാണ് തൻ്റെ കിരീടം കളഞ്ഞു പോയതെന്ന് ഈ ചക്രവർത്തിനി എത്ര തന്നെ ആലോചിച്ചിട്ടും യാതൊരു പിടിയും കിട്ടിയില്ല. ഒരുപാടിടത്ത് തിരഞ്ഞു, ഒരിടത്തു നിന്നും കണ്ടെത്തുവാൻ സാധിച്ചില്ല. ഇത് കൂടാതെ തൻ്റെ ആ ഒരു രാജസന്നിധിയിലുള്ള എല്ലാവരോടും ഈ കിരീടം തിരയുവാൻ പറഞ്ഞു. പക്ഷേ എല്ലാവരും ഒത്തിരി തിരഞ്ഞിട്ടും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ 2-3 ദിവസം ഈ കൊട്ടാരത്തിൽ മാത്രം നിന്നിരുന്ന ഈ ഒരു വിഷയം പുറത്ത് പലരും അറിഞ്ഞു തുടങ്ങി. ചക്രവർത്തിനിയുടെ കിരീടം കളഞ്ഞു പോയിരിക്കുന്നു. അതിന് നമുക്കത് പറയുമ്പോഴൊന്നും തോന്നിയില്ലെങ്കിലും അന്നത്തെ ഒരു കാലഘട്ടത്തിൽ അത് അത്രത്തോളം വിലപ്പെട്ട ഒരു കാര്യമായിരുന്നു ചക്രവർത്തിനിയുടെ കിരീടം എന്ന് പറഞ്ഞാൽ. അങ്ങനെ കിരീടം കളഞ്ഞു പോയത് ആ രാജസന്നിധിയിൽ നിന്നും പുറത്തോട്ടും അറിഞ്ഞു തുടങ്ങി എന്നൊരവസ്ഥയിലെത്തിയപ്പോൾ ചക്രവർത്തിനി ഒരു കാര്യം ചെയ്തു. ഒരു വിളംബരം പുറപ്പെടുവിച്ചു. തൻ്റെ കിരീടം കളഞ്ഞു പോയിട്ടുണ്ട്, ആ കിരീടം കണ്ടെത്തുന്നവർക്ക് ഒരുപാട് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നൽകും. 30 ദിവസത്തിനുള്ളിൽ കണ്ടെത്തുന്നവർക്ക് മാത്രമാണ് ഈ സമ്മാനം. ഇനി 30 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇനി ആരെങ്കിലും മോഷ്ടിച്ചതാണോ അങ്ങനെ എന്തെങ്കിലും അറിയാൻ വേണ്ടി 30 ദിവസത്തിന് ശേഷം കൊണ്ടുവരുന്നവരുടെ തല വെട്ടിയെടുക്കുമെന്നൊരു ശിക്ഷാവിധിയും പുറപ്പെടുവിച്ചു. ഇത് കേട്ടപ്പോൾ ഒരുപാട് സമ്മാനങ്ങൾ കിട്ടുമെന്നറിഞ്ഞ് അവിടെയുള്ള ഒരുപാട് പേർ ആ ചക്രവർത്തിനിയുടെ കിരീടം തിരഞ്ഞുപോയി. പക്ഷേ എവിടെയൊക്കെ തിരഞ്ഞിട്ടും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ഈ ഒരു അവസരത്തിൽ തന്നെയാണ് നമുക്കറിയാം, റോമിൽ പണ്ട് കാലത്ത് ഒരുപാട് പേർ വന്ന് താമസിച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ ഗുരുക്കൾ, റബിമാർ, മതപണ്ഡിതർ അവരൊക്കെ തങ്ങൾക്ക് ചെറിയൊരു സമയം ചെലവഴിക്കുവാൻ വേണ്ടിയും അതുപോലെ തന്നെയാണ് അവർക്ക് അവരുടേതായ ചില കാര്യങ്ങൾ സമാധാനത്തോടെ ചെയ്യുവാനും റോമിലെ ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ പാർത്തിരുന്നു. അങ്ങനെ റോമിലെ ഒരു ചെറിയൊരു ഗ്രാമത്തിൽ തൻ്റെ ധ്യാനത്തിന് വേണ്ടി താമസിച്ചിരുന്ന ഒരു റബി ഒരിക്കൽ താൻ വളരെയധികം ശാന്തനായി ധ്യാനത്തിലിരിക്കുമ്പോൾ തൻ്റെ കാലിൻ്റെ അടുക്കൽ എന്തോ വന്ന് കിടക്കുമ്പോൾ തോന്നി. അയാളത് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഒരു കിരീടമായിരുന്നു. അതായിരുന്നു ഈ ചക്രവർത്തിനിയുടെ കിരീടം. ആ കിരീടം കണ്ടപ്പോൾ റബിക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ പിറ്റേ ദിവസം ചുറ്റുമുള്ള ചിലർ പറഞ്ഞു, ഇങ്ങനെ ചക്രവർത്തിനിയുടെ കിരീടം കളഞ്ഞു പോയിട്ടുണ്ട്, അത് കണ്ടെത്തുന്നവർക്ക് ഒരുപാട് സമ്മാനങ്ങൾ ലഭിക്കും, എല്ലാവരും അത് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇനി 30 ദിവസത്തിന് ശേഷമാണ് അത് കൊണ്ട് നൽകുന്നതെങ്കിൽ ശിക്ഷാവിധി ഇങ്ങനെയാണ്, തല വെട്ടിയെടുക്കും, അങ്ങനൊരു ശിക്ഷാവിധിയും ഉണ്ടെന്നും പറഞ്ഞു. പക്ഷേ ഇതൊക്കെ അറിഞ്ഞിട്ടും റബി തനിക്ക് കിട്ടിയ ആ ഒരു കിരീടം ചക്രവർത്തിനിയുടെയാണെന്ന് മനസ്സിലാക്കിയിട്ടും അത് ആ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുവാൻ തയ്യാറായിരുന്നില്ല. അയാൾ താൻ താമസിക്കുന്ന ആ ഒരു ചെറിയൊരു മുറിയുടെ ഒരു സൈഡിൽ തന്നെ അത് വെച്ചിരുന്നു. അയാൾ വീണ്ടും സമാധാനത്തോടെ ചെയ്തു വന്നിരുന്ന തൻ്റെ ഓരോ ദിവസത്തെ ഓരോ ദിനചര്യയ്ക്കും അയാൾ സമയം മാറ്റിവെച്ചു. ദിവസങ്ങൾ കഴിഞ്ഞു പോയി. എല്ലാവരും ആ ചക്രവർത്തിനിയുടെ കിരീടം എവിടെയാണ്, അതെങ്ങനെ നഷ്ടപ്പെട്ടു, അത് കണ്ടെത്തുവാനുള്ള തിരക്കിലായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. അവസാനത്തെ 30ാമത്തെ ദിവസം വന്നെത്തി. 30ാമത്തെ ദിവസവും കഴിഞ്ഞു. പിറ്റേ ദിവസം ഈ കിരീടം എടുത്തുകൊണ്ട് ഈ റബി ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അതെവിടെയാണെന്ന് ഞാൻ പറയാം. അതിനു മുൻപ് നമുക്ക് രണ്ടാമതൊരു കോൾ വരുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്?
ഞാന് മാവേലിക്കര പൊന്നമ്മക്കപ്പൻ പറയും. മാവേലിക്കരയിൽ നിന്നും പൊന്നമ്മ ആൻറ്റിയാണ് അല്ലേ? ആ. ഓക്കെ ആൻറ്റി. ആൻറ്റി വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്? വീട്ടില് എന്റെ ഹസ്ബൻഡ് ഉണ്ട്, ആഹാ. മോനുണ്ട്. ഓക്കെ. മോള് വീട്ടിലെ ആന്ധ്രയില് ജോലി ചെയ്യുന്നു. ആഹാ. ഓക്കെ. അപ്പോൾ ആൻറ്റി ബൈബിള് വായിച്ചായിരുന്നോ? വായിച്ചായിരുന്നോ? ആ, വായിച്ചായിരുന്നു. വായിച്ചല്ലേ? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആ, ഓക്കെ. ഓക്കെ. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കോപം കൊണ്ട് ജ്വലിച്ചുയരുന്ന കനത്ത പുകയിൽ ദൂരത്തു നിന്ന് വരുന്നത് എന്താണ്? ആൻറ്റി ക്വസ്റ്റ്യൻ മനസ്സിലായോ? പറഞ്ഞോളൂ, ആൻസർ പറഞ്ഞോളൂ. അവന്റെ അഗ്രഹങ്ങളിൽ ഉഗ്രഭാവം നിറഞ്ഞിരിക്കുന്നു. അവന്റെ നാവ് ദഹിപ്പിക്കുന്നു, ദഹിപ്പിക്കുന്ന തീ പോലെ ധരിക്കുന്നു. അതാണോ ആൻസർ? അതല്ലേ? അതല്ല, ആൻസർ അതല്ല. ക്വസ്റ്റ്യൻ ഞാൻ ഒരിക്കൽ കൂടെ പറഞ്ഞു തരാം. കോപം കൊണ്ട് ജ്വലിച്ചു ഉയരുന്ന കനത്ത പുകയിൽ ദൂരത്തു നിന്ന് വരുന്നത് എന്താണ്? ദൂരത്ത് നിന്ന് വരുന്നത് ജ്വലിപ്പിച്ചും കനത്തും പുക പുറപ്പെട്ടിരിക്കുന്നുണ്ട്. യഹോവയുടെ നാമം ദൂരത്ത് നിന്ന് വരുന്നു. അപ്പോൾ ആൻസർ യഹോവയുടെ നാമം അല്ലേ? അതെ. അതെ, അപ്പോൾ ആൻസർ കറക്റ്റ് ആണ്, യഹോവയുടെ നാമം. ഓക്കെ. ഓക്കെ ആൻറ്റി, നമുക്കിനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എവിടെയാണ് അവൻ്റെ ഉഗ്രകോപം നിറഞ്ഞിരിക്കുന്നത്? ദഹിപ്പിക്കുന്ന അഗ്നി പോലെ ഇരിക്കുന്നത് എന്താണ്? അവന്റെ നാവിൽ ഉഗ്രകോപം നിറഞ്ഞിരിക്കുന്നു. ദഹിപ്പിക്കുന്ന അഗ്നി പോലെ ഇരിക്കുന്നതോ? ഉഗ്രകോപം ദഹിപ്പിക്കുന്ന അഗ്നിജാലയോ കൊടുങ്കാറ്റ് തന്റെ മഹത്വമുള്ള മേഘനാഥം ജനിപ്പിക്കുകയും ഉഗ്രകോപവും ദഹിപ്പിക്കുന്ന അഗ്നിജാലയോട് കൂടെ കൊടുങ്കാറ്റ്. ഓക്കെ. ഓ, അതായത് നാവും പിന്നെ അധരങ്ങളുമാണ് കേട്ടോ. ഓക്കെ, ആൻസർ കറക്റ്റ് ആണ്. അവൻ്റെ അധരങ്ങളിൽ അവൻ്റെ നാവ്. ഓക്കെ. അപ്പോൾ നമുക്കിനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം. ശത്രുക്കളോട് യഹോവ തൻ്റെ ഭുജത്തിൻ്റെ മാഹാത്മ്യം കാണിച്ചത് എങ്ങനെയാണ്? ശത്രുക്കളോട് യഹോവ തൻ്റെ ഭുജത്തിൻ്റെ മാഹാത്മ്യം കാണിച്ചത് എങ്ങനെയാണ്? അവൻ തന്റെ ഭുജത്തിന്റെ മഹത്വത്തിന്റെ മേഘനാഥം ജനിപ്പിക്കുകയും ഉഗ്രകോപത്തോടും ജനിപ്പിക്കുന്ന അഗ്നിജാലയും കൂടെ കൊടുങ്കാറ്റിന് മഴക്കോൾ കലങ്ങല എന്നിവയോടും കൂടെ. അതെ, ആൻസർ കറക്റ്റാണ്. കറക്റ്റാണ് ആൻറ്റി. ഉഗ്രകോപത്തോടും ദഹിപ്പിക്കുന്ന അഗ്നിജ്വാലയോടും കൊടുങ്കാറ്റ്, മേഘനാഥം, കൽമഴ എന്നിവയോട്. ഓക്കെ. ഓക്കെ, ഇനി ആൻറ്റിക്ക് ബൈബിളിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വാക്യം പറയാമോ? 91 സങ്കീർത്തനത്തിലെ 14 വാക്യം. ഓക്കെ, പറഞ്ഞോളൂ. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എന്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. ഓക്കെ, നല്ലൊരു വചനമായിരുന്നു. നമുക്കിനി അവസാന ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദ്യം. യഹോവ വടികൊണ്ട് അടിക്കുകയും അവൻ്റെ ശബ്ദത്താൽ തകർന്നു പോകുന്നതും ആരാണ്? ആൻറ്റി ക്വസ്റ്റ്യൻ മനസ്സിലായോ? യഹോവ വടികൊണ്ട് അടിക്കുകയും അവൻ്റെ ശബ്ദത്താൽ തകർന്നു പോകുന്നതും ആരാണ്? കോഴയുടെ മേഘനാഥത്താൽ തകർന്നു പോകും. ആരാണ് തകർന്നു പോകുന്നത്? അശൂർ. അതെ, ആൻസർ കറക്റ്റ് ആണ്, അശൂർ. ഓക്കെ ആൻറ്റി, അപ്പോൾ 4 ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ടുണ്ടേ. ഓക്കെ ആൻറ്റി, ഇന്ന് വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. മാവേലിക്കരയിൽ നിന്നും പൊന്നമ്മ ആൻറ്റിയാണ് ഇപ്പോൾ വിളിച്ചത്.
അതിൻ്റെ എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബൈബിളിലെ ഒരു വചനം പറഞ്ഞു. അപ്പോൾ നമുക്കിനി കഥയിലേക്ക് കിടക്കാം. അപ്പോൾ ആ ഗുരു പിറ്റേ ദിവസം ഈ ചക്രവർത്തിനിയുടെ കിരീടവുമായിട്ട് പോയത് മറ്റ് എവിടത്തേക്കുമല്ല, ആ കൊട്ടാരത്തിലേക്ക് തന്നെയാണ്. കാരണം അത് തിരികെ ഏൽപ്പിക്കാനാണ്. പക്ഷേ 30 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ റബി ഈ കിരീടവുമായിട്ട് ചക്രവർത്തിനിയുടെ അടുക്കിലേക്ക് പോകുന്നത്. അങ്ങനെ 31ാമത്തെ ദിവസം ഒരാൾ തൻ്റെ കിരീടവുമായിട്ട് കൊട്ടാരത്തിലേക്ക് വന്നു. ഈ കാര്യം ചക്രവർത്തിനിയുടെ അടുക്കലും എത്തി. ചക്രവർത്തിനെ പെട്ടെന്ന് തന്നെ അയാളെ കാണുവാൻ വേണ്ടി അയാളുടെ അടുക്കലെത്തി. തൻ്റെ കിരീടം കണ്ടപ്പോൾ തന്നെ ചക്രവർത്തിനി വളരെയധികം സന്തോഷവതിയായി. കാരണം ഒരു മാസത്തിൽ കൂടുതലായി തൻ്റെ കിരീടം നഷ്ടപ്പെട്ടു. അത് എങ്ങനെ നഷ്ടപ്പെട്ടെന്ന് തനിക്കറിയില്ല. പക്ഷേ തൻ്റെ അശ്രദ്ധ കാരണമാണ് നഷ്ടപ്പെട്ടത്. ഇനി മറ്റുള്ളവരെ കുറ്റം പറയാനും പറ്റില്ല. താൻ ഒരുപാട് സമ്മാനങ്ങൾ വാഗ്ദാനം നൽകിയിരുന്നെങ്കിൽ പോലും ആർക്കും അത് കണ്ടെത്തിക്കൊണ്ട് വരുവാനും സാധിച്ചില്ല. പെട്ടെന്നത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി ഈ ചക്രവർത്തിനിക്ക്. ഈ ഗുരുവിന് ഒരുപാട് നന്ദി പറയുകയും ചെയ്തു. അയാളുടെ കാര്യങ്ങൾ തിരക്കിയപ്പോൾ പുറത്തുനിന്നും ഈ റോമിൽ വന്ന് താമസിക്കുന്ന ഒരു റബിയാണെന്നും താൻ ധ്യാനത്തിലിരുന്നപ്പോഴാണ് തനിക്ക് ഈ കിരീടം കിട്ടിയതെന്നും തുടർന്ന് നടന്ന സംഭവങ്ങളൊക്കെയും ഈ ഗുരു ചക്രവർത്തിനിക്ക് പറഞ്ഞു കൊടുത്തു. പക്ഷേ അയാൾക്ക് അപ്പോൾ ഈ ചക്രവർത്തിനി ചോദിക്കുന്നുണ്ട്, അറിയാലോ 30 ദിവസം കഴിഞ്ഞ് ഈ കിരീടം കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് വലിയൊരു ശിക്ഷ കിട്ടും. അതിൽ നിങ്ങൾക്ക് ഭയമില്ലയോ? എന്തിനാണ് 30 ദിവസം കഴിഞ്ഞിട്ട് ഇത് കൊണ്ടുവന്നതെന്ന്. അപ്പോൾ ഈ റബി പറയും, എനിക്കതിലൊരു ഭയവുമില്ല. കാരണം അത്രത്തോളം ഭയമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ 31ാമത്തെ ദിവസം ഇവിടേക്ക് ഈ കിരീടം കൊണ്ടുവന്നത്. നേരത്തെ കൊണ്ടുവന്നെങ്കിൽ എനിക്ക് സമ്മാനങ്ങൾ വാങ്ങുവാനും താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഒരാളുടെ നഷ്ടപ്പെട്ടു പോയ എന്ത് സാധനമാണെങ്കിലും എന്താണെങ്കിലും അത് തിരികെ നൽകണം എന്നാണ് ഞാൻ എപ്പോഴും പഠിച്ചിട്ടുള്ളത്. ബൈബിളിൽ പറയുന്നതും താൻ വായിച്ചിട്ടുള്ളതും അതാണെന്ന് ഈ റബി ചക്രവർത്തിനോട് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും സൗമ്യനായിട്ട് തനിക്ക് ഒരുപാട് നാളുകൾക്ക് മുൻപ് ഈ കിരീടം കിട്ടിയെങ്കിലും അത് മറ്റൊരിടത്തേക്കും ഒന്നും ഒളിപ്പിച്ചു വെക്കാതെയോ വേറെ ആർക്കെങ്കിലും കൊടുക്കാതെയോ അല്ലെങ്കിൽ തന്നെ അത് വിൽക്കാതെയോ തൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവരികയും തൻ്റെ സമ്മാനങ്ങൾ വേണ്ട എന്ന് തന്നെ പറയുകയും ചെയ്ത ഈ ഗുരുവിനോട് ഈ ചക്രവർത്തിക്ക് ഒരുപാട് സ്നേഹമുണ്ടാകുന്നു, ബഹുമാനവും ഉണ്ടാകുന്നു. അങ്ങനെ ഈ ചക്രവർത്തിനെ ചുറ്റും നിന്ന് എല്ലാവരും പറയുന്നുണ്ട് താനൊരു ശിക്ഷ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇയാൾ കാരണം അത്രത്തോളം നല്ലൊരു മനസ്സിന് ഉടമയാണ്. അതുകൊണ്ടാണ് ഇത്ര ദിവസം കഴിഞ്ഞിട്ട് തനിക്ക് ആ സ്നേഹോപഹാരങ്ങൾ വേണ്ട എന്നൊരു തീരുമാനത്തിൽ ഈ കിരീടം ഇവിടെ കൊണ്ടുവന്നത്. അതിനുശേഷം ഇയാളോട് പറയുന്നുണ്ട് ഇനിയും ഇതുപോലെ നന്മ ചെയ്യണമെന്ന്. അപ്പോൾ ഈ റബി പറയുന്നുണ്ട്, ഞാൻ എപ്പോഴും നന്മ ചെയ്യും. ഒരാളുടെ നഷ്ടപ്പെട്ടു പോയ എന്ത് സാധനമുണ്ടെങ്കിലും അത് ഒരുപാട് സമ്മാനങ്ങൾ മോഹിച്ച് കൊണ്ടു കൊടുക്കരുതെന്നാണ് എൻ്റെ ഗുരുക്കന്മാർ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അതനുസരിച്ച് തന്നെ താൻ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ആ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു. അപ്പോൾ ചക്രവർത്തിനിക്ക് തൻ്റെ രാജ്യത്തിൽ എത്രത്തോളം നല്ല മനസ്സിന് ഉടമകളായ ഒരുപാട് റബിമാർ താമസിക്കുന്നതിലും തൻ്റെ കിരീടം തിരികെ കിട്ടിയതിലും വളരെയധികം സന്തോഷവതിയുമായി. നമുക്കിനി അവസാനമായിട്ടൊരു കോൾ വരുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? സൂസമ്മ മാത്യു. ആൻറ്റി എവിടെ നിന്നാണ് വിളിക്കുന്നത്? കോന്നിയിൽ നിന്നാണല്ലേ? ഓക്കെ ആൻറ്റി. ആൻറ്റി വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്? ഞങ്ങൾ രണ്ടുപേരും തന്നെ. ആൻറ്റി ഞങ്ങൾ മാത്രം അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം എന്താണ്? വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുകയും. അതേ, ആൻസർ കറക്റ്റാണ്. വഴി ഇതാകുന്നു, ഇതിലൂടെ നടക്കുക. കറക്റ്റാണ് ആൻസർ. നമുക്കിനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദ്യം: മലിന വസ്തുക്കളായി അവർ എറിഞ്ഞു കളയുന്നത് എന്തെല്ലാമാണ്? വെള്ളി പൊതിഞ്ഞിരിക്കുന്ന ബിംബങ്ങളെയും പൊന്നു പൊതിഞ്ഞിരിക്കുന്ന വിഗ്രഹങ്ങളെയും. അതേ, ആൻസർ കറക്റ്റാണ്. വെള്ളി കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന ബിംബങ്ങളും പൊന്നുകൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന വിഗ്രഹങ്ങളും. രണ്ട് ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ചോദ്യം: യഹോവ ഏതു രീതിയിലാണ് അവരെ അനുഗ്രഹിച്ചത്? എൻ്റെ ക്വസ്റ്റ്യൻ മനസ്സിലായോ? യഹോവ ഏതു രീതിയിലാണ് അവരെ അനുഗ്രഹിച്ചത്?
നിലത്തിലെ വിതയ്ക്കുന്ന വിത്തിന് മഴയും നിലത്തിലെ വിളവായ അപ്പവും അവൻ നിനക്ക് തരുമെന്ന്. അതെ, ആൻസർ കറക്റ്റാണ്. നിലത്തു വിതയ്ക്കുന്ന വിത്തിനു മഴയും ഭൂമിയിലെ വിളവായ ധാന്യവും തരും. കറക്റ്റാണ് കേട്ടോ. ഓക്കെ ആൻറ്റി, 3 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബൈബിളിൽ ഏതെങ്കിലും ഒരു വചനം പറയാമോ? ബൈബിളിൽ ധാരാളം വചനങ്ങളുണ്ടല്ലോ. ആൻറ്റിക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വചനം? ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഹോവയിൽ നിന്ന് വരുന്നു. ഓക്കെ, നല്ലൊരു വചനമാണ്. നമുക്കിനി അവസാന ക്വസ്റ്റ്യനിലേക്ക് പോകാം. നിലം ഉഴുന്ന കാളകളും കഴുതകളും തിന്നുന്ന തീറ്റ എന്താണ്? കാളകളും കഴുതകളും നിലം ഉഴുന്ന കാളകളും കഴുതകളും തിന്നുന്ന തീറ്റ എന്താണ്? മുറം കൊണ്ടും പരിധി കൊണ്ടും വീശി വെടുപ്പാക്കിയതും ഉപ്പ് ചേർത്തതുമായ തീൻ. അതേ, ആൻസർ കറക്റ്റാണ്. മുറം കൊണ്ടും തൂമ്പ കൊണ്ടും പതിരു നീക്കിയതും ഉപ്പ് ചേർത്തതുമായ തീറ്റ. കറക്റ്റാണ് കേട്ടോ. ഓക്കെ ആൻറ്റി, അപ്പോൾ 4 ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ടുണ്ടേ. എന്തായാലും ഇന്ന് വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. സന്തോഷം. ഓക്കെ ആൻറ്റി, താങ്ക് യു. ഇപ്പോൾ സാറാമ്മ ആൻറ്റിയാണ് വിളിച്ചത്. ആൻറ്റി എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ബൈബിളിലെ ഒരു വചനം പറഞ്ഞു. നല്ലൊരു കോളായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ആ ചക്രവർത്തിനെയും അതുപോലെ തന്നെയാണ് റബിയെയും കുറിച്ചാണ്. അപ്പോൾ റബിയുടെ ഏറ്റവും വളരെ നല്ലൊരു പ്രവൃത്തിയെക്കുറിച്ച്, നല്ലൊരു ക്വാളിറ്റിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ആ ഒരു പ്രവൃത്തി ചക്രവർത്തിനിക്ക് അത്രത്തോളം ഇഷ്ടമായതുകൊണ്ട് തന്നെയാണ് ആ ഒരു ശിക്ഷയിൽ നിന്നും ഒരു ഇളവ് ഈ റബിക്ക് ലഭിക്കുന്നത്. അപ്പോൾ അത്രത്തോളം അയാൾ നന്മ ചെയ്യുന്നത് കൊണ്ട് ഇനിയും ഒരുപാട് പേർക്ക് നന്മ ചെയ്യേണ്ട വ്യക്തിയാണ് ഈ റബി എന്നൊരു ചിന്ത ചക്രവർത്തിനിക്ക് പെട്ടെന്നുണ്ടായത് കൊണ്ട് തന്നെയാണ് അയാളെ ആ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയത്. അപ്പോൾ നമ്മളും ഇതുപോലെ തന്നെയാണ്. എല്ലാവരെയും നമുക്ക് ഈ കളഞ്ഞു കിട്ടുന്ന സാധനം എപ്പോഴും നമ്മൾ സ്വന്തമാക്കുവാൻ ശ്രമിക്കുന്നതിന് പകരം അത് കളഞ്ഞുപോയ വ്യക്തി ആരാണോ അവരെ തിരികെ ഏൽപ്പിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലൊരു കാര്യം. അതുപോലെ തന്നെയാണ് ഇതുപോലെ നന്മ നമ്മുടെ ജീവിതത്തിലും ഉണ്ടായാൽ നമുക്ക് നമ്മുടെ പിന്നീടുള്ള ജീവിതത്തിൽ അത് എപ്പോഴെങ്കിലൊക്കെ മറ്റൊരു രീതിയിൽ നമുക്ക് അനുഗ്രഹമായി തീരും. ഏതായാലും വചനസമീക്ഷയുടെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.